ഹായ്, വിജയകരമായിട്ട് നമ്മൾ 5 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ക്രാഷ് കോഴ്സിന്റെ. ഇന്ന് 6ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. കാരണം ഓരോ വർഷവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിനിമം 3 തുടങ്ങി 5 ക്വസ്റ്റ്യൻ വരെ ചോദിക്കുന്ന ചാപ്റ്റർ. 5 ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞ 20 മാർക്കാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ചാപ്റ്റർ ആണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. മറക്കരുത്. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് വൺ. നല്ലോണം പഠിച്ചെടുക്കേണ്ട ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു അധികം എല്ലാ പ്രാവശ്യം നമ്മൾ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം ചിലപ്പോൾ ഒരു 10-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇച്ചിരി ലെങ്തി ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബോറടിക്കാതെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോ കുറച്ച് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ചിരിക്കുക. കാരണം അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആസ് ഫാർ ആസ് എൻട്രൻസ് ഈസ് കൺസേൺഡ്. ഓക്കെ, അപ്പോ 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അല്പം കോൺസെപ്റ്റ് ബേസ്ഡ് ചാപ്റ്റർ കൂടിയാണ്. അപ്പൊ എന്നാലും ശ്രദ്ധിച്ചിരിക്കുക. നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഓൾറെഡി നിങ്ങൾ +1 പഠിച്ചതാണല്ലോ. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മേജർ പോയിന്റ്സ്, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഈ ചാപ്റ്റർ തുടക്കത്തിൽ തന്നെ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എന്തായിരുന്നു സെന്റർ ഓഫ് മാസ്? എന്താ സെന്റർ ഓഫ് മാസ്? നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ഒരു പോയിന്റില് അതിന്റെ എല്ലാ മാസും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ആ പോയിന്റിൽ വെച്ച് നമുക്ക് ആ വസ്തു ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. അത് ആക്ച്വലി ഗ്രാവിറ്റി ആണ്. ഈവൻ ദോ അത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിനാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് വിളിക്കുന്നത്. ഇനി സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കാണാനൊക്കെ നമുക്ക് ഫോർമുല ഉണ്ട്. അതിന് മുന്നേ ആയിട്ട് എൻട്രൻസിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് സപ്പോസ് 2 മാസസ് ഇവിടെ ഉണ്ടെങ്കിൽ ദിസ് ഈസ് എ മാസ് M1 ആൻഡ് ദിസ് ഈസ് എ മാസ് M2. ഓക്കെ, ദിസ് ഈസ് എ മാസ് M1 ആൻഡ് ദിസ് ഈസ് മാസ് M2. ഇവർക്ക് ഇടയിലുള്ള സെന്റർ ഓഫ് മാസ്, ഇവർക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് D എന്ന് കൺസിഡർ ചെയ്യാം. ഇവർക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് D എന്ന് കൺസിഡർ ചെയ്യാം. ഇവർക്കിടയിൽ എവിടെയോ ആണ് ആ സെന്റർ ഓഫ് മാസ് ഇരിക്കുന്നത്. അപ്പൊ സപ്പോസ് ദിസ് ഈസ് ദി പോയിന്റ് ഓഫ് സെന്റർ ഓഫ് മാസ്. ആ സെന്റർ ഓഫ് മാസ് ഈ നമ്മുടെ ഒബ്ജക്റ്റ് തൊട്ട് മാസ് M1 തൊട്ട് ആ സെന്റർ ഓഫ് മാസ് വരെയുള്ള ഡിസ്റ്റൻസിന് ഞാൻ R1 എന്നെടുക്കുന്നു. ഓക്കെ, ദെൻ സെന്റർ ഓഫ് മാസ് തൊട്ട് M2 വരെയുള്ള ഡിസ്റ്റൻസിനെ R2 എന്ന് എടുക്കുന്നു. എങ്കിൽ ഈ R1 ഡിസ്റ്റൻസും R2 ഡിസ്റ്റൻസും കാണാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. ഇത് നമ്മൾ സാധാരണ തിയറിയിൽ അധികം നോക്കുന്ന ഒരു ഫോർമുലയല്ല. സോ R1 is equal to R1 ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അപ്പുറത്തെ മാസ് എടുക്കുക. ദാറ്റ് ഈസ് M2 into what is the total distance D by what is the total mass M1 plus M2. അങ്ങനെയെങ്കിൽ R2 കാണുന്ന ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരിക? R2 is equal to R2 എടുക്കുമ്പോൾ ഈ മാസ് എടുക്കണം. സോ M1 into അതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് അവർക്കിടയിലുള്ളത് D divided by what is the total mass M1 plus M2. സോ മറക്കരുത്, ഈ ഇക്വേഷൻ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് എൻട്രൻസ്. ഇനി നമ്മുടെ ജനറൽ ഇക്വേഷൻസ് നമുക്ക് നോക്കാം. സെന്റർ ഓഫ് മാസ് വെച്ചിട്ട് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കാണുന്ന ഫോർമുല അതെങ്ങനെയാ വരിക? R is equal to M1 R1 plus M2 R2 plus etc. divided by total mass, that is M1 plus M2 plus etc. ഓർമ്മയുണ്ടായിരിക്കും. ഇനി ഒരു വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും സെന്റർ ഓഫ് മാസും സിസ്റ്റം ചലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സെന്റർ ഓഫ് മാസും കൂടെ ചലിക്കുമല്ലോ. അപ്പൊ അങ്ങനെയെങ്കിൽ അതിനൊരു വെലോസിറ്റി കാണില്ലേ? അപ്പൊ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി കാണുന്ന ഫോർമുല V is equal to M1 V1 plus M2 V2 plus etc. by total mass M1 plus M2 plus M3. ഒരു ആക്സിലറേറ്റഡ് മോഷനിലാണ് ഈ സിസ്റ്റം ചലിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും സെന്റർ ഓഫ് മാസിന് എന്ത് കാണും? ആക്സിലറേഷൻ കാണും. അപ്പൊ സെന്റർ ഓഫ് മാസിന്റെ ആക്സിലറേഷൻ കാണുന്ന ഫോർമുല A is equal to M1 A1 plus M2 A2 plus etc. divided by total mass, that is M1 plus M2 plus etc. അപ്പൊ ഇതൊക്കെ സെന്റർ ഓഫ് മാസിന്റെ മോഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജനറൽ ഇക്വേഷൻസ് ആണ്. നോക്കൂ, ഈ ഒരു ഒബ്ജക്റ്റ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിൽ നിന്ന് മാത്രം ഫോഴ്സ് കൊടുത്താൽ പോരാ. പിന്നെ ഞാൻ എവിടെ നിന്ന് കൊടുക്കണം? ഈ സൈഡിൽ നിന്ന് കൊണ്ട് ഫോഴ്സ് കൊടുക്കണം. ഇങ്ങനെ 2 സൈഡിൽ നിന്ന് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. സോ ഒരു വസ്തു റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ഫോഴ്സസ് കൊടുക്കണം? ഓപ്പോസിറ്റ് ആയിട്ട് 2 ഫോഴ്സസ്. ആ ഫോഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റൊട്ടേറ്റിംഗ് ഫോഴ്സ് അല്ലെ? റൊട്ടേറ്റിംഗ് ഫോഴ്സിന്റെ യഥാർത്ഥ പേരെന്താ? ടോർക്ക്. ഓക്കെ, ടോർക്കിനകത്ത് 2 പേരുള്ളത് കൊണ്ടാണ് അതിന്റെ മൊമെന്റ് ഓഫ് കപ്പിൾ എന്നൊക്കെ ഒരു പേര് അതിന് കിട്ടിയത്. ഓക്കെ, അപ്പൊ ടോർക്ക് കാണുന്ന ഫോർമുല എന്താണ്? ടോർക്ക് കാണുന്ന ഫോർമുല ടോ ഇസ് ഈക്വൽ ടു F ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്താൽ ജനറലി നമുക്ക് ഏത് കണ്ടെത്താൻ സാധിക്കും? ടോർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും.
ഇനി നമ്മളൊരു വസ്തു റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കുറെ ഫോർമുലകളുണ്ട്. അത് കൂടുതൽ നിങ്ങൾ സർക്കുലർ മോഷനിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കാം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ലീനിയർ വെലോസിറ്റി, നമ്മുടെ ആംഗുലാർ വെലോസിറ്റി നമ്മുടെ റിലേഷൻ v is equal to r omega. v is equal to r omega. കറങ്ങുന്ന ഒരു വസ്തുവിന്, റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവിന് ഉറപ്പായിട്ടും ലീനിയർ മൊമെന്റം കാണുമല്ലോ. ലീനിയർ മൊമെന്റം കാണുന്ന ഫോർമുല എന്താ? L is equal to r cross p, അതായത് r into p. So that is the angular momentum. L is equal to linear momentum p into r ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആക്സലറേഷൻ കാണണമല്ലോ. ആക്സലറേഷൻ കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല എന്താ? അതായത് ആംഗുലാർ ആക്സലറേഷൻ ആൽഫ is equal to d omega by dt, അല്ലേ? കാരണം വെലോസിറ്റി ബൈ ടൈം ആണല്ലോ ആക്സലറേഷൻ. ഇവിടുത്തെ വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റി. സോ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആംഗുലാർ ആക്സലറേഷൻ കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല. നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിനകത്തൊരു ചെറിയ ട്രിക്ക് ഉണ്ട്. അതായത് നമ്മുടെ കുറെ ടേംസ്, റൊട്ടേഷണൽ മോഷനിൽ ഉപയോഗിക്കുന്ന കുറെ ടേംസ് ലീനിയർ മോഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കുട്ടിക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്തെടുക്കേണ്ടതെന്ന്. നിങ്ങൾക്ക് അറിയാം എന്നാണ് എന്റെ വിശ്വാസം. ഇല്ലെങ്കിൽ ഞാൻ വേഗം ഒന്ന് പറഞ്ഞത്. This is linear motion. This is rotational motion. ഓക്കെ, അപ്പൊ ലീനിയർ മോഷനിലും റൊട്ടേഷണൽ മോഷനിലും ഉപയോഗിക്കുന്ന ടേംസിന്റെ ആ ഒരു കണക്ഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ് എന്നാണ്, അല്ലെ? എക്സ് എന്നാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എസ് എന്നൊക്കെ ഉപയോഗിക്കാം, ഏത് വേണം ഉപയോഗിക്കാം. റൊട്ടേഷണൽ മോഷനിൽ ഈ സെയിം ടേം ആണ് നമ്മൾ തീറ്റ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് കൊടുക്കുന്നത്. നമ്മൾ വെലോസിറ്റി ഇവിടെ കൊടുക്കുന്ന സിമ്പൽ എന്താ? വി എന്ന് കൊടുക്കും. ഈ സെയിം സാധനം അപ്പുറത്തെത്തുമ്പോൾ എന്തായിട്ട് മാറും? ഒമേഗ ആയിട്ട് മാറും. ആക്സലറേഷൻ നമ്മൾ കൊടുക്കുന്ന സിമ്പൽ എ എന്ന് കൊടുക്കും. റൊട്ടേഷനിലുള്ള ആംഗുലാർ ആക്സലറേഷൻ നമ്മൾ എന്തെന്ന് കൊടുക്കും? ആൽഫ എന്ന് കൊടുക്കും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്താ വെലോസിറ്റി കാണുന്ന ഫോർമുല? ഡി എക്സ് ബൈ ഡി ടി. അപ്പൊ ആംഗുലാർ വെലോസിറ്റി കാണുന്ന ഫോർമുല എന്തായിരിക്കും? ഡി തീറ്റ ബൈ ഡി ടി, അല്ലെ? ഇനി ആക്സലറേഷൻ കാണുന്ന ഫോർമുല എന്താ? ജനറൽ ആയിട്ട് ഡി വി ബൈ ഡി ടി. അപ്പൊ സ്വാഭാവികമായിട്ടും ആംഗുലാർ ആക്സലറേഷൻ കാണുന്ന ഫോർമുല എന്തായിരിക്കും? ഡി ഒമേഗ ബൈ ഡി ടി. ക്ലിയർ? ഈ കണക്ഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള സാധനമാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. നമ്മളത് കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യും. ഞാൻ പിന്നെ ടേബിൾ പറയുന്നതുകൊണ്ട് ആദ്യമേ അങ്ങ് പറയണം മൊമെന്റ് ഓഫ് ഇനർഷ്യ. നിങ്ങൾക്ക് പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ, നിങ്ങൾ പഠിച്ച കാര്യമല്ലേ. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ മാസിന് തുല്യമായ ടേം ആണ്. നമ്മൾ സാധാരണ ലീനിയർ മോഷനിൽ മാസ് എന്ന് പറയും. റൊട്ടേഷണൽ മോഷനിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. നമ്മൾ ഫോഴ്സിന് പകരം റൊട്ടേഷണൽ മോഷൻ ഉപയോഗിക്കുന്ന ടേം ആണ് ടോർക്ക്, ടോ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഫോഴ്സ് കാണുന്ന ഫോർമുല എന്താ? ഫോഴ്സ് കാണുന്ന ഫോർമുല മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്നതാണ്. അപ്പൊ ഇവിടെ ആ ഫോർമുല എങ്ങനെ വരും? മാസിന് പകരമുള്ള ടേം ഐ, സോ ഐ ഇൻറ്റു ആക്സലറേഷന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ആംഗുലാർ ആക്സലറേഷൻ, സോ ദാറ്റ് ഈസ് ഐ ആൽഫ. സോ ടോർക്ക് കാണുന്ന ഫോർമുല ഐ ഇൻറ്റു ആൽഫ എന്ന് വരും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി നമുക്ക് വേറെയുണ്ട് എക്സാമ്പിൾസ്, നോക്കിക്കോളൂ. മൊമെന്റം കാണുന്ന ഫോർമുല, മൊമെന്റം കാണുന്ന ഫോർമുല എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെന്റത്തിന് പകരം, അതായത് നമ്മുടെ ലീനിയർ മൊമെന്റത്തിന് പകരം അവിടെ വരുമ്പോഴാണ് ആംഗുലാർ മൊമെന്റം എൽ വരുന്നത്. അപ്പൊ എല്ലിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? മാസിന് പകരം ഉപയോഗിക്കുന്ന ടേം ഐ, സോ ഐ ഇൻറ്റു വി. വെലോസിറ്റിക്ക് പകരം ഉപയോഗിക്കുന്ന ഫോർമുല ഒമേഗ, സോ ഐ ഒമേഗ. ദാറ്റ് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ആംഗുലാർ മൊമെന്റം കാണുന്ന ഫോർമുല. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഇങ്ങനെ നമുക്ക് ഈ ജനറൽ ഇക്വേഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതെങ്ങനെ റൊട്ടേഷണൽ മോഷനിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതിന് ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വെച്ചാൽ മതി. വേറെയും ഇക്വേഷൻസ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി, അല്ലെ? എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഈ ഇക്വേഷൻ അപ്പുറത്ത് എങ്ങനെ വരും? റൊട്ടേഷണൽ മോഷനിൽ ഈ ഇക്വേഷൻ എങ്ങനെ വരും? എഫിന് പകരമാണ് ടോർക്ക്, സോ ടോ ഇസ് ഈക്വൽ ടു ഡി പി. പി എന്ന മൊമെന്റത്തിന് പകരം ലീനിയർ മൊമെന്റം, അപ്പൊ ഡി എൽ ബൈ ഡി ടി. സോ ദാറ്റ് ഈസ് ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. ഇനി ജനറലി വേറെ ഇക്വേഷൻ പറഞ്ഞുതരാം. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. നമുക്ക് എല്ലാവർക്കും അറിയാം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇത് അപ്പുറത്ത് വരുമ്പോൾ എങ്ങനെ വരും? വി ദാറ്റ് ഈസ് ഒമേഗ ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ ആംഗുലാർ മൊമെന്റം, ദാറ്റ് ഈസ് ആംഗുലാർ വെലോസിറ്റി, ഒമേഗ 0 പ്ലസ് എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ, സോ ആൽഫ ഇൻറ്റു ടി. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഈ ഒരു കണക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഏത് ഇക്വേഷനെയും നമുക്ക് റൊട്ടേഷണൽ മോഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നന്നായിട്ട് പഠിച്ചു വെച്ചോളണം. കാരണം എല്ലാവർക്കും ഇതറിയാം, ഇതാണ് ഇത്തിരി പ്രയാസം തോന്നുന്നത്. ഇത് പ്രയാസമുള്ള കാര്യമേ അല്ല. ജസ്റ്റ് ഏത് ടേം ഏതിന് പകരം വരുന്നു എന്നുള്ളത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഏത് ഇക്വേഷൻ നമുക്ക് നിമിഷ നേരം കൊണ്ട് കൺവേർട്ട് ചെയ്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് പഠിച്ചെടുക്കുമല്ലോ. എങ്കിൽ നമുക്ക് വീണ്ടും ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണത്, ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ.
മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ലീനിയർ മോഷനിൽ നമ്മൾ മാസിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത്, ഈ മാസിന് പകരം ഉപയോഗിക്കുന്നത് എന്താ പറയുന്നത്, അനലോഗ് എന്ന് പറയും അല്ലെ. സോ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്, മാസിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ നമ്മൾ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഫോർമുല I is equal to mr² എന്ന് പറയുന്ന ഫോർമുലയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് രണ്ട് തിയറം ഒക്കെ പഠിക്കുന്നുണ്ട്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും പാരലൽ ആക്സിസ് തിയറും ഒക്കെ. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, I is equal to ICM plus mr². പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഇക്വേഷൻ ആണ് ഇത്. പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഇക്വേഷൻ I is equal to ICM plus mr². പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിന്റെ ഇക്വേഷൻ IZ is equal to IX plus IY. Okay, parallel axis theoretical equation I is equal to ICM plus mr². Perpendicular axis theoretical equation IZ is equal to IX plus IY. Okay, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ ഇതൊക്കെ സ്ഥിരം തിയറിയിൽ ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിന് നമുക്ക് റിജിഡ് ആയിട്ടുള്ള കുറച്ച് ബോഡീസ്, ഡിസ്ക്, സ്ഫിയർ, സിലിണ്ടർ, പിന്നെ ഹോളോ, റിങ്, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ mr² വാല്യൂ കാണാതെ പഠിച്ചു വെക്കണം. അപ്പൊ ഞാൻ വേഗം ഒന്ന് പറയാം അതിന്റെ വാല്യൂസ് എങ്ങനെയാ വരുന്നത് എന്നുള്ളത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ആദ്യം നമുക്ക് ഒരു റിംഗിന്റെ കേസ് എങ്ങനെയാണെന്ന് നോക്കാം. സോ സപ്പോസ് ദർ ഈസ് എ റിംഗ്. സോ റിംഗിന് രണ്ട് ആക്സിസ് നമ്മൾ എടുക്കും. ഒന്ന് ഇങ്ങനെ സെന്റർ ഓഫ് മാസിൽ കൂടി കടന്നു പോകുന്ന ഈ ഒരു ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് നമ്മുടെ റിംഗിന് പെർപെൻഡിക്കുലർലി പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് മാസ്, സെൻട്രൽ പോയിന്റ് കൂടി പാസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണുന്ന ഫോർമുല mr². ഓക്കെ, mr². അതേസമയം ഡയമീറ്റർ കൂടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അവിടെ ആയി കാണുന്ന ഫോർമുല mr²/2 എന്ന് വരും. ഓക്കെ, mr²/2. അതേസമയം നമ്മൾ ഡിസ്ക് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഇങ്ങനെ ഈ പെർപെൻഡിക്കുലർ ഡയമീറ്റർ സെന്റർ ഓഫ് മാസിൽ കൂടി പോകുന്ന ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആയി കാണുന്ന ഫോർമുല mr²/2. അതേസമയം ഡയമീറ്റർ കൂടിയുള്ള ഒരു ആക്സിസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അവിടെ ആയി കാണുന്ന ഫോർമുല mr²/4. സോ ഇങ്ങനെയാണ് നമ്മൾ റിംഗിനും ഡിസ്കിനും ഉപയോഗിക്കുന്ന ഫോർമുലാസ്. ഇനി നമുക്ക് അടുത്ത് സ്ഫിയറിന്റെ കേസ് എങ്ങനെയാണെന്ന് നോക്കാം. സ്ഫിയറിൽ തന്നെ രണ്ട് തരം സ്ഫിയേഴ്സ് ഉണ്ട്. ഒന്ന് സോളിഡ് സ്ഫിയറും ഉണ്ട്, ഹോളോ സ്ഫിയറും ഉണ്ട്. സോ സപ്പോസ് ദിസ് ഇസ് എ സോളിഡ് സ്ഫിയർ. സോളിഡ് സ്ഫിയറിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ I is equal to 2/5 mr². ദാറ്റ് ഈസ് ദി ഫോർമുല, 2/5 mr². അതേസമയം ഇതൊരു ഹോളോ ഇതുപോലെ ഒരു ആക്സിസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ I കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല 2/3 mr². ഓക്കെ, ഇനി അടുത്ത് സിലിണ്ടറിന്റെ കേസാണ്. ഒരു സിലിണ്ടർ, നമ്മളിപ്പോ ഒരു ഹോളോ സിലിണ്ടർ എടുക്കുന്നു, അകം പൊള്ളയായിട്ടുള്ള ഒരു ഹോളോ സിലിണ്ടർ. സോ ഒരു ഹോളോ സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല I is equal to mr². അതേസമയം ഇതൊരു സോളിഡ് സിലിണ്ടർ ആണ്, അതായത് അകം പൊള്ളയല്ല, അകത്ത് ഫിൽഡ് ആയിട്ടുള്ള. സോ അത്തരത്തിലുള്ള ഹോളോ സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ ആയി കാണുന്ന ഫോർമുല mr²/2. ഓക്കെ, mr²/2. അപ്പൊ ഹോളോ സിലിണ്ടർ ആണെങ്കിൽ I is equal to mr², സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ I is equal to mr²/2 ആണ് ഫോർമുല. ഇനി വരുന്നത് നമ്മുടെ റോഡിന്റെ കേസ് ഉണ്ട്. ഒരു തിൻ റോഡ് ഓഫ് ലെങ്ത് L, അവിടെ നമ്മൾ I കാണുന്ന ഫോർമുല, അത് ഈ ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു വിചാരിക്കുക എങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണുന്ന ഫോർമുല I is equal to ml²/12. ml², L is the length. ഓക്കെ, ml²/12 ഇതാണ് ഫോർമുല. സോ ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള റിജിഡ് ബോഡീസിന്റെ ഒരു ജോമെട്രിക്കൽ ഷേപ്പ് ഉള്ള ഒബ്ജക്ട്സിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇത് വെരി യൂസ്ഫുൾ ആണ് നമ്മുടെ എൻട്രൻസിന് പരീക്ഷ എഴുതുമ്പോൾ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിൽ വരുന്ന ഒരു സാധനമാണ് നമ്മുടെ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ്. അതായത് എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം വിൽ ബി എ കോൺസ്റ്റന്റ്. അപ്പൊ ആംഗുലാർ മൊമെന്റ് അതിലാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മറ്റേ ഒരു കുട്ടി ഒരു കറങ്ങുന്ന കസേരയിൽ നിന്ന് കറങ്ങുമ്പോഴത്തേക്കും കൈ നീട്ടി പിടിക്കുകയാണെങ്കിൽ സ്പീഡ് കുറയും, അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ സ്പീഡ് കൂടും. മറ്റേ ഈ ഡാൻസ് ചെയ്യുന്ന, ഈ ഐസിലൊക്കെ ഡാൻസ് ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യുന്നവര് കറങ്ങുന്ന സമയത്ത് കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവരുടെ സ്പീഡ് ഒമേഗ കൂടുകയും അടുപ്പിച്ച് വെക്കുമ്പോൾ ഒമേഗ കുറയുകയും ചെയ്യുന്നതായിട്ടൊക്കെ ഉള്ള കേസുകൾ നമ്മൾ എക്സാമ്പിൾ പഠിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിനകത്ത് വരുന്ന പോയിന്റ്സ്. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന ഒരു ടേം ആണ് റോളിംഗ് മോഷൻ. എന്താണ് റോളിംഗ് മോഷൻ? ഒരു വസ്തു ഇങ്ങനെ നിരങ്ങി പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ട്രാൻസ്ലേറ്ററി മോഷൻ. അതേസമയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് റൊട്ടേഷണൽ മോഷൻ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് റോളിംഗ് മോഷൻ. അപ്പൊ റോളിംഗ് മോഷനിൽ രണ്ട് തരം മോഷൻസ് ഉണ്ട്. ഒന്ന് ട്രാൻസ്ലേറ്ററി മോഷൻ, ഒന്ന് റൊട്ടേഷണൽ മോഷൻ. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് റോളിംഗ് മോഷൻ. അങ്ങനെയെങ്കിൽ ഒരു റോളിംഗ് മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ടോട്ടൽ കൈനറ്റിക് എനർജി കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യണം? അവിടെ രണ്ട് ടൈപ്പ് എനർജി ഉണ്ട്. ഒന്ന്
ട്രാൻസ്ലേറ്ററി മോഷനിലുള്ള കൈനറ്റിക് എനർജി ഹാഫ് mv². അതേപോലെ റൊട്ടേഷണൽ മോഷൻ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജിയാണ് ഹാഫ് i⍵². അപ്പൊ അത് രണ്ടും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. സോ റോളിംഗ് മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേറ്ററി മോഷൻ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷണൽ മോഷൻ, ദാറ്റ് ഈസ് ഹാഫ് mv² പ്ലസ് ഹാഫ് i⍵². ഈ ഹാഫ് i⍵² പഠിച്ചിട്ടില്ലല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞത് കൺവേർട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന്. m വരുമ്പോ അപ്പുറത്ത് i വരും, v വന്നാൽ ω വരും. സോ അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഇക്വേഷൻസ് കൈവരുന്നത്. ഇത് നമുക്ക് വീണ്ടും ആവശ്യം അനുസരിച്ച് മാറ്റാം. ഇപ്പൊ ഒമേഗ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് v r⍵. സോ അങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇതിന് കൊടുത്തെടുക്കാം. ഐക്ക് വേണമെങ്കിൽ mr² സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സോ അത് നമ്മുടെ ആവശ്യാനുസരണം ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റിയെടുക്കും. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ആണ് നിങ്ങൾ മറ്റേ ഒരു റോളിംഗ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ ഹൈറ്റിൽ ഉരുട്ടി വിടുന്ന ഒരു കേസ് ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ സാധാരണ നമ്മുടെ ടെക്സ്റ്റിനകത്ത് നമ്മൾ വെലോസിറ്റി കാണുന്ന ഫോർമുലയാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്, സ്ഫിയറിന്റെ, റിംഗിന്റെ ഒക്കെ. അപ്പൊ ഇവിടെ ഞാൻ 3 ഇക്വേഷൻസ് പറഞ്ഞത്, അതായത് ആ എത്ര ഹൈറ്റിൽ നിന്നാണ് അത് വന്നത് അത് കണ്ടുപിടിക്കാൻ, അത് താഴേക്ക് എത്താൻ എടുക്കുന്ന ടൈം കണ്ടെത്താൻ, മൂന്നാമത് ആ താഴെ എത്തുമ്പോൾ വെലോസിറ്റി കണ്ടെത്താൻ. അപ്പൊ 3 ഫോർമുലകളാണ് നമ്മൾ അതിനു വേണ്ടി പഠിക്കുന്നത്. സപ്പോസ് ഒരു തീറ്റ ആംഗിൾ ഉള്ള ഒരു സ്ലൈഡിംഗ് പൊസിഷനിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് താഴേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പൊ അത് വന്നത് വിത്ത് ഒരു ഹൈറ്റ് h ട്രാവൽ ചെയ്താണ് വന്നത്. ഇവിടെ എത്തിയപ്പോൾ അതിന്റെ വെലോസിറ്റി v ആണ്, അത് എത്താൻ എടുത്ത ടൈം t ആണ്. അങ്ങനെ h കാണാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഫോർമുല h is equal to v²/2g into 1 plus k²/r². ഓക്കെ, മറക്കരുത്. h is equal to v²/2g into 1 plus k²/r². ഈ ഫോർമുല ഉപയോഗിച്ച് യു ക്യാൻ ഫൈൻഡ് ദി h വാല്യൂ, അതായത് എത്ര ഹൈറ്റിൽ നിന്നാണ് അത് വന്നത് എന്നുള്ളത്. ഇതിൽ k എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. അത് നിങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്ഫിയർ ആണെങ്കിൽ, ഒരു സ്ഫിയറിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാ അതിന്റെ i കാണുന്ന ഫോർമുല i is equal to 2/5 mr². സോളിഡ് സ്ഫിയർ ആണെങ്കിൽ 2/5 mr². അപ്പൊ ജനറൽ ഇക്വേഷൻ എന്താ? i എന്ന് പറഞ്ഞാൽ i is equal to mr² അല്ലെങ്കിൽ mk² എന്ന് എഴുതും, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഉപയോഗിച്ചിട്ട്. ആ k² വരേണ്ട സ്ഥാനത്തല്ലേ നിങ്ങൾ നോക്കിയേ, m പകരം m ഇവിടെ ഉണ്ട്. സോ ഇവിടെ k² സ്ഥാനത്താണ് അവിടെ എന്ത് വന്നിരിക്കുന്നത്? 2r²/5 വന്നിരിക്കുന്നത്. അപ്പോ എവിടെയാണോ k² വരുന്നത് അത് ഏത് ഒബ്ജക്റ്റ് ആണ് നിങ്ങൾ ആദ്യം നോക്കുക. ഇപ്പൊ സ്ഫിയർ ആണ് വരുന്നതെങ്കിൽ, സോളിഡ് സ്ഫിയർ ആണ് വരുന്നതെങ്കിൽ k² സ്ഥാനത്ത് എന്തെന്ന് കൊടുക്കണം? 2r²/5 എന്ന് കൊടുക്കണം. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റുക. അപ്പൊ അത് നിങ്ങൾ ഏത് ഫോർമുല അറിഞ്ഞാൽ ആദ്യം പറഞ്ഞില്ല ഞാൻ ഐ കാണുന്ന ഓരോരുത്തരുടെയും ഫോർമുല, ആ ഫോർമുലയിൽ m അല്ലാതെ പിന്നെ ഏത് ടേം അവിടെ ഉണ്ടോ അതാണ് k² വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂസ്. ഇനി രണ്ടാമത്തത് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം കാണുന്ന ഫോർമുല. അതിങ്ങനെയാണ്: t is equal to 1/sin⁻θ into root of h into 1 plus k²/r² the whole by g. ഓക്കെ, സോ ഒന്നുകൂടി t ടൈം കാണുന്ന ഫോർമുല 1/sin⁻θ into root of h into 1 plus k²/r² divided by g. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം എത്രയാണെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇനി മൂന്നാമത്തത് താഴെ എത്തുമ്പോൾ വെലോസിറ്റി. ഇതാണ് നമ്മൾ ടെക്സ്റ്റിൽ ആക്ച്വലി ഡെറിവേഷൻ ആയിട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് v is equal to root of 2gh divided by 1 plus k²/r². So this is the equation. V is equal to root of 2gh divided by 1 plus k²/r². ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് താഴെ എത്തുമ്പോൾ റോളിംഗ് മോഷൻ ഇരിക്കുന്ന ഒബ്ജക്റ്റ് താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി കാണാനായിട്ട് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇത്രയൊക്കെയാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന ചാപ്റ്ററിൽ വരുന്ന മേജർ ഇക്വേഷൻസ്. ഏതെങ്കിലുമൊക്കെ കുറച്ച് ഇക്വേഷൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമല്ലോ, ആ സമയത്ത് വരെ എനിക്ക് തോന്നുന്നു 1-2 ഷോർട്ട് കട്ട് ഫോർമുലാസ് ഒക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് വേഗം നോക്കാം എന്തൊക്കെയാണ് പ്രീവിയസ്ലി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. First question: a light rod of length L has two masses m1 and m2 attached to its two ends. The moment of inertia of the system about an axis perpendicular to the rod and passing through the center of mass is. അപ്പോൾ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു റോഡ് അവിടെയുണ്ട്, ആ റോഡിന്റെ ലെങ്ത് L ആണ്. So this is considered to be a rod of length L. അതിന്റെ രണ്ട് സൈഡിൽ രണ്ട് മാസസ് ഉണ്ട്. മാസസ് അവിടെ തന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. രണ്ട് ടു മാസസ് m1 ആൻഡ് m2 എന്ന്. m1 മാസും m2 മാസും. ഇങ്ങനൊരു കേസ് നമ്മൾ തിയറിയിൽ നോക്കിയതല്ലേ. അപ്പൊ രണ്ട് മാസസ്. ദെൻ എങ്കിൽ അവിടെ ചോദ്യം, ഇങ്ങനെ ഒരു ആക്സിസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയായിരിക്കും എന്നതാണ്. സോ നമുക്കറിയാം
മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ സാധാരണ കാണുന്ന ഫോർമുല എന്താ, mr² ആണല്ലോ, അതാണ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഈ രണ്ട് ഡിസ്റ്റൻസ് r1 എന്നും ഈ ഡിസ്റ്റൻസ് നമുക്ക് r1 എന്നും ഈ ഡിസ്റ്റൻസ് r2 എന്നും എടുക്കാം. അപ്പോ ഇയാൾ ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് ഇയാൾ ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇതാണ് നമുക്ക് വേണ്ടത്. സോ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ I is equal to m small r1² plus m1 അല്ലേ. സോ m1 into r1² plus m2 into r2² എന്നായിരിക്കും മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണുന്ന ഫോർമുല. സോ വാട്ട് ഈസ് r1²? അത് കണ്ടുപിടിക്കാൻ r1 കാണാനായിട്ട് ഒരു ഫോർമുല പറഞ്ഞു തന്നിട്ടുണ്ട്. സോ r1 കാണാനായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് മാസ് ദാറ്റ് ഈസ് m2 into അതുവരെയുള്ള ലെങ്ത്, അവർക്കിടയിലുള്ള ലെങ്ത് l by m1 plus m2. ഇതേപോലെ r2 കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല m1l by m1 plus m2. അപ്പൊ നമുക്ക് ഈ ഫോർമുലാസ് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇറ്റ്സ് I is equal to m1 into r1 ന് പകരം m2 into l by m1 plus m2 the whole square എന്ന് വരും അല്ലെ. അപ്പൊ ഇവിടെ ഒരു സ്ക്വയർ, ഇവിടെ ഒരു സ്ക്വയർ, the whole square. ഓക്കെ, പ്ലസ് m2 into r2 ന് പകരം that is m1 l by m1 plus m2 the whole square. അപ്പൊ ഇവിടെ എല്ലാം ഒരു സ്ക്വയർ വരും. ഇനി ഈ രണ്ട് ഇക്വേഷനിലെ കോമൺ ടേംസ് ഒത്തിരി ഉണ്ട് അല്ലെ. കോമൺ ടേംസ് എല്ലാം പുറത്തെടുക്കാം. m1 ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. സോ m1 കോമൺ ആയിട്ട് പുറത്തെടുത്തു. m2 ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. സോ m2 കോമൺ ആയിട്ട് പുറത്തെടുത്തു. l² രണ്ട് സൈഡിലുണ്ട്, അപ്പൊ l² കോമൺ ആയിട്ട് പുറത്തെടുത്തു. ദെൻ m1 plus m2 the whole square രണ്ടിടത്തും ഉണ്ട്. സോ m1 plus m2 the whole square നമ്മൾ പുറത്തെടുത്തു. വാട്ട് ഈസ് റിമൈനിങ്? ഇനി എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ ഒരു m2 എക്സ്ട്രാ ഉണ്ട്. സോ m2 then പ്ലസ് then ഈ സൈഡിൽ ഒരു m1 എക്സ്ട്രാ ഉണ്ട്. സോ m1 plus m2 അല്ലേ ഈ കിടക്കുന്നതും. സോ ഇതിലൊരു m1 plus m2 ഇതിലൊരു m1 plus m2 ക്യാൻസൽ ആയി. then what is remaining? m1 m2 by m1 plus m2 into l². ക്ലിയർ ആയോ പറഞ്ഞത്? ഇങ്ങനെ ഒരു ഓപ്ഷൻ എവിടെ ഉണ്ടോ? ഉണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ തേർഡ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഓപ്ഷനുടെ ആൻസർ വരുന്നത് m1 m2 by m1 plus m2 l². സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two rotating bodies A and B of masses m and 2m with the moments of inertia IA and IB, where IB is greater than IA, have equal kinetic energy of rotation. If LA and LB be their angular momenta respectively, then so ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് ബോഡീസ് ആണ് ഇവിടെ ഉള്ളത്, ഒന്ന് A ഒന്ന് B. ദെൻ അവരുടെ മാസ്, അപ്പൊ എയുടെ മാസ് എന്ന് പറയുന്നത് m, ബിയുടെ മാസ് എന്ന് പറയുന്നത് 2m. ഇങ്ങനെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവരുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് IA യും, ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IA ആണ്, ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IB ആണ്. വേർ IB ഈസ് ഗ്രേറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ IB ആണ് വലുത്, IA ചെറുതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നു അവരുടെ കൈനറ്റിക് എനർജി സെയിം ആണ്. അപ്പൊ രണ്ടുപേരുടെയും കൈനറ്റിക് എനർജി സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാളുടെ കൈനറ്റിക് എനർജി ഓഫ് എ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ബി. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരാളുടെ ആംഗുലാർ മൊമെന്റ, ഇയാളുടെ ആംഗുലാർ മൊമെന്റ LA ആണ്, ഇയാളുടെ ആംഗുലാർ മൊമെന്റ LB ആണ്. എങ്കിൽ ആംഗുലാർ മൊമെന്റ തമ്മിലുള്ള റിലേഷൻ കൂടുതലാണോ കുറവാണോ ഈക്വൽ ആണോ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. കൈനറ്റിക് എനർജി കാണാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. അത് ഇത്രയേ ഉള്ളൂ, ദാറ്റ് ഈസ് L² by 2I. ഇതെങ്ങനെ വന്നത് മനസ്സിലായോ? നമ്മൾ ഇതിന് മുന്നേ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p² by 2m അല്ലെ. ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. ഈ പിക്ക് പകരം അല്ലേ നമ്മൾ L ഉപയോഗിക്കുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പൊ പിക്ക് പകരം L, അപ്പൊ L² 2 into m പകരം അല്ലേ, മാസിന് പകരം അല്ലേ മൊമെന്റ് ഓഫ് ഇനർഷ്യ, സോ I. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ കൊണ്ടുവരുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടുപേരുടെയും കൈനറ്റിക് എനർജി ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, LA² by 2IA² should be equal to LB² by 2IB². ആണല്ലോ. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. IA ചെറുതാണ്, IB വലുതാണ്. അപ്പൊ രണ്ടും ഈക്വൽ ആകണമെങ്കിൽ LA യും ചെറുതായിരിക്കണം. കാരണം ചെറുത് ബൈ ചെറുത് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. ആ ആൻസറിന് ഏത് ഈക്വൽ ചെയ്യണം? LB² by IB² ചെയ്ത് ഈക്വൽ കിട്ടണമെങ്കിൽ LB വലുതുമായിരിക്കും. അപ്പോ LA ചെറുതും LB വലുതുമാണെങ്കിലേ ഈ ഇക്വേഷൻ ഈക്വൽ ആയിട്ട് വരത്തുള്ളൂ. നിങ്ങൾക്ക് അത് ഡൗട്ട് തോന്നുന്നെങ്കിൽ, ഇത് ക്ലിയർ ആയെങ്കിൽ വേണ്ട, ഡൗട്ട് തോന്നുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കും, x/3 is equal to x/3 is equal to y/5. Okay,
ഈ രണ്ടും ഈക്വൽ ആകണമെങ്കിൽ ഇപ്പൊ എക്സിന് ഒരു വാല്യൂ ഞാൻ കൊടുക്കുകയാണ്. സപ്പോസ് ഇറ്റ് ഈസ് 15. So what is 15 by 3? The answer is 5. ആണല്ലോ. ഇവിടെ ഞാൻ y കൊടുക്കുന്ന വാല്യൂ it is 25. What is 25 by 5? Again you will get it as 5. അപ്പൊ രണ്ടുടെ ഒരേ വാല്യൂ കിട്ടണമെങ്കിൽ താഴത്തെ ആള് ചെറുതാണെങ്കിൽ മുകളിലത്തെ ആളും ചെറുതായിരിക്കണം. താഴത്തെ ആള് വലുതാകുമ്പോൾ മുകളിലത്തെ ആളും വലുതായാലേ ആൻസേഴ്സ് ഈക്വൽ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതാണ് കോൺസെപ്റ്റ്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോ LA ഷുഡ് ബി സ്മോളർ ദാൻ LB. കാരണം IA ചെറുതാണെന്നും IB വലുതാണെന്നും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് LA ചെറുതായേ പറ്റൂ, LB വലുതായേ പറ്റൂ. അങ്ങനെയെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. LB ഈസ് ഗ്രേറ്റർ ദാൻ LA ആൻഡ് ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A solid sphere of mass m and radius r is rotating about its diameter. A solid cylinder of the same mass and same radius is also rotating about its geometrical axis with an angular speed twice that of the sphere. The ratio of their kinetic energies of rotation will be, where E sphere by E cylinder ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ഫിയറും പിന്നെ ഒരു സോളിഡ് സിലിണ്ടറുമാണ് ഉള്ളത്. ഇത് രണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നു എങ്കിൽ അവിടുത്തെ എനർജികൾ തമ്മിൽ, കൈനറ്റിക് എനർജികൾ തമ്മിലുള്ള റേഷ്യോസ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് കാണുന്ന ഫോർമുല half I omega square. അപ്പൊ അതിലൊരു വ്യത്യാസമില്ല, half I omega square. സോ നമുക്ക് ആദ്യം കൈനറ്റിക് എനർജി ഓഫ് സ്ഫിയർ കാണാം. സോ സ്ഫിയർ കാണുമ്പോൾ അവിടെ ആദ്യം സ്ഫിയറിന്റെ കേസിൽ സോളിഡ് സ്ഫിയർ ആണ്. സോളിഡ് സ്ഫിയറിന്റെ I കാണുന്ന ഫോർമുല എല്ലാവർക്കും അറിയാലോ. സോളിഡ് സ്ഫിയറിന്റെ I കാണുന്ന ഫോർമുല എന്താ? 2/5 mr square. സോ half into 2/5 into mr square into omega square. ക്ലിയർ ആണല്ലോ ഇത്. അടുത്തത് കൈനറ്റിക് എനർജി ഓഫ് ഏത് സിലിണ്ടർ എന്നാ പറഞ്ഞിരിക്കുന്നത്? സോളിഡ് സിലിണ്ടർ ആണ്. അപ്പൊ സോളിഡ് സിലിണ്ടറിന്റെ ഫോർമുല എന്ത് വരും? mr²/2 എന്നാണ് ഫോർമുല. സോ സോളിഡ് സിലിണ്ടർ ആയതുകൊണ്ട് ഫോർമുല half into ഐയുടെ സ്ഥാനത്ത് mr²/2 into omega square. പക്ഷെ ഇവിടെ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ, അതായത് നമ്മുടെ സോളിഡ് സിലിണ്ടർ ട്വൈസ് ദ സ്പീഡ് ആണ്, ആംഗുലർ സ്പീഡ് ട്വൈസ് ആണ്. അപ്പൊ നമ്മളിവിടെ എന്ത് കൂടി കയറി വരും? into 2 omega the whole square എന്ന് വരും. ഇനി എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഈസ് സ്ഫിയർ ബൈ സിലിണ്ടർ. അതായത് കൈനറ്റിക് എനർജി ഓഫ് സ്ഫിയർ ബൈ കൈനറ്റിക് എനർജി ഓഫ് സോളിഡ് സിലിണ്ടർ ഇസ് ഈക്വൽ ടു half ക്യാൻസൽ ആകും, mr² ക്യാൻസൽ ആകും. ദെൻ നമുക്കിങ്ങനെ എഴുതാം 2 omega square by 5 the whole divided by 4 omega square by 2. സ്വാഭാവികമായിട്ട് omega square ക്യാൻസൽ ആകും. ഇത് നേരെ തിരിഞ്ഞു കയറും അല്ലെ. സോ 2/5 into 2/4. സ്വാഭാവികമായിട്ടും 4ഉം 2ഉം ക്യാൻസൽ ആയിട്ട് 2 ക്യാൻസൽ ആയിട്ട് ആൻസർ വിൽ ബി 1/5. 1/5 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ദ ലാസ്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഈസ് 1:5. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ബേസിക്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ചെയ്തതും എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two particles A and B are moving in uniform circular motion in concentric circles of radius RA and RB with the speed VA and VB respectively. The time period of rotation is the same. The ratio of angular speed of A to that of B will be. ഇത് ആക്ച്വലി റൊട്ടേഷൻ മോഷൻ അല്ല, സർക്കുലർ മോഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. ബട്ട് ഈവൻ ദോ നമുക്ക് ചെയ്യാം, കാരണം ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഫോർമുലാസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമ്മുടെ ചാപ്റ്റർ എന്നതിനേക്കാൾ ഉപരി നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുക എന്നതാണല്ലോ ഇമ്പോർട്ടന്റ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് നോക്കാം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് പാർട്ടിക്കിൾസ് യൂണിഫോം സർക്കുലർ മോഷനിലാണ്. അവിടുത്തെ സർക്കിൾസിന്റെ റേഡിയസ് ഒന്ന് RA ആണ്, ഒന്ന് RB ആണ്. അപ്പൊ നമുക്ക് രണ്ട് സർക്കിൾസ് വരയ്ക്കാം. ആൻഡ് ദിസ് ഈസ് ഓഫ് റേഡിയസ് RA ആൻഡ് ദിസ് ഈസ് ഓഫ് റേഡിയസ് RB. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് സ്പീഡ് VA ആൻഡ് VB. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി VA, ഇവിടുത്തെ വെലോസിറ്റി VB. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ ടൈം പീരീഡ് ഈസ് സെയിം. അപ്പൊ രണ്ടുപേരുടെയും ടൈം, അപ്പൊ ടൈം A വിൽ ബി ഈക്വൽ ടു ടൈം B. ടൈം പീരീഡ് സെയിം ആണെങ്കിൽ ആംഗുലർ സ്പീഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്താണ്? അപ്പൊ എന്താ ടൈം പീരീഡ്? അപ്പൊ ടൈം പീരീഡ് കാണുന്ന ഫോർമുല T is equal to 2π by omega.
ഇവിടെ രണ്ടുപേരുടെയും ടൈം സെയിം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടി എ ദാറ്റ് ഈസ് 2π/ω_a വിൽ ബി ഈക്വൽ ടു 2π/ω_b. കാരണം രണ്ടുപേരുടെയും ടൈം സെയിം ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാലോ. സ്വാഭാവികമായിട്ടും ഈ നമുക്ക് ω_a=ω_b ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ω_a/ω_b, അതായത് ഈ ω_a മുകളിലേക്ക് കയറി, അപ്പൊ 2π താഴേക്ക് ഇറങ്ങും. അപ്പൊ 2π/2π ആണല്ലോ. 2π താഴേക്ക് ഇറങ്ങുമ്പോൾ 2π/2π. What is 2π/2π? That is 1. That is 1:1 will be the answer. അങ്ങനെ ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. That is the ഓപ്ഷൻ, ഫോർത്ത് ഓപ്ഷൻ, ദാറ്റ് ഈസ് 1:1. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമ്മളവിടെ തന്നിരിക്കുന്ന VAയോ RAയോ അതൊന്നും എടുത്തിട്ടില്ല. അത് എടുക്കാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ശ്രദ്ധിച്ചു വേണം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A block of mass 10 kg is in contact against the inner wall of a hollow cylinder drum of radius 1 meter. The coefficient of friction between the block and the inner wall of the cylinder is 0.1. The minimum angular velocity needed for the cylinder to keep the block stationary when the cylinder is vertical and rotating about its axis will be G is equal to 10 meter per second square. അതായത് ഒരു വലിയ സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിന്റെ അറ്റത്ത് നമ്മൾ ഒരു ബ്ലോക്ക് ഇങ്ങനെ ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഫ്രിക്ഷന്റെ വാല്യൂ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഡ്രം ഇങ്ങനെ കറങ്ങുക. അപ്പൊ ഈ കറങ്ങുമ്പോൾ ഈ ബ്ലോക്ക് ഇളകി വീഴാതിരിക്കണമെങ്കിൽ മിനിമം എത്ര ആംഗുലർ വെലോസിറ്റിയിൽ അത് റൊട്ടേറ്റ് ചെയ്യണം എന്നതാണ് ചോദ്യം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വലിയൊരു ഡ്രം ഉണ്ട്. ഓക്കെ, ഒരു വലിയ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വലിയ ഡ്രം, 1 മീറ്റർ ഒക്കെയാണ് അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. വലിയ ഡ്രം. ഇതിലൊരു പാർട്ടികൾ ഇങ്ങനെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വെയിറ്റ് mg താഴേക്കായിരിക്കും. അപ്പൊ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇളകി വീഴാൻ പാടില്ല. അപ്പൊ അത് ഇങ്ങനെ വീഴാതിരിക്കണമെങ്കിൽ ഇവിടെ അത് സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കണം. അപ്പോ ഇതിന്റെ നോർമൽ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. നോർമൽ ഫോഴ്സ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കാണും. ഈ നോർമൽ ഫോഴ്സ് കൂടുതലാകുമ്പോൾ ഇത് ഇളകി വീഴാതെ അവിടെ ഇരുന്നോളും. അപ്പോ ഇവിടെ ഇത് പിടിച്ചിരിക്കണമെങ്കിൽ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ഉറപ്പായിട്ടും ഉണ്ടാകും. നമ്മൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കാണുന്ന ഫോർമുല എന്താ? മ്യൂ ഇൻറ്റു അല്ലെങ്കിൽ μs ഇൻറ്റു n എന്നാണ്. ഈ n എന്ന് പറഞ്ഞാൽ നോർമൽ ഫോഴ്സ്, അങ്ങോട്ടുള്ള ഫോഴ്സ്. ഒരു കറങ്ങുന്ന വസ്തുവിന് അങ്ങോട്ടുള്ള ഫോഴ്സ് ഇത്, സെന്ററിലേക്കുള്ള ഫോഴ്സ് ഇതാ, സെൻട്രിപെറ്റൽ ഫോഴ്സ്. So you can write μs into centripetal force കാണുന്ന ഫോർമുല mv²/r എന്നാണ്. നമുക്കറിയാം v is equal to r omega. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ v² ന് പകരം you can write r² omega². അപ്പൊ ഇതിലൊരു r ക്യാൻസൽ ആവും. So is equal to μs into m r omega². That is the formula to find frictional force. So frictional force നമ്മൾ കണ്ടെത്തി. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലാതെ പിന്നെ താഴേക്ക് അതിനെ വലിക്കുന്ന, ആ ബ്ലോക്കിനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, mg എന്ന് പറയുന്നത്, അതിന്റെ വെയിറ്റ്. സോ ഇത് ഇവിടെ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇവിടെ ഉണ്ടാകുന്ന ഈ ഫോഴ്സ് mgയേക്കാൾ കൂടുതലായിരിക്കണം, ആണല്ലോ. എങ്കിലല്ലേ അത് അവിടെ ഇരിക്കത്തുള്ളൂ. അല്ല എങ്കിൽ മിനിമം എന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ഈക്വൽ എങ്കിലും ആയിരിക്കണം. അപ്പൊ നമുക്ക് എഴുതാം ദിസ് μs into m r omega² ഷുഡ് ബി ഗ്രേറ്റർ ഓർ മിനിമം ആണെങ്കിൽ ഈക്വൽ എങ്കിലും ആകണം. മിനിമം കണ്ടീഷൻ ആണെങ്കിൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ mg. So minimum condition ആയതുകൊണ്ട് we can take it as equal to. So m cancel ആയി. നമുക്ക് കണ്ടുപിടിക്കേണ്ട omega². So omega² is equal to g അവിടെ കിടപ്പുണ്ട്. നമ്മൾ ഈ രണ്ട് പേരെ താഴേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഡിവൈഡ് ബൈ μs into r എന്ന് വരും. സ്വാഭാവികമായിട്ടും omega² ആണിത്. സോ ഒമേഗ കാണണമെങ്കിൽ റൂട്ട് എടുക്കണം. സോ റൂട്ട് ഓഫ് g into μs into r എന്ന് വരും. ഇതിൽ g യുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. That is 10 by μs ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. That is 0.1 or 10 raised to minus 1 into r ന്റെ value, that is the radius 1 എന്ന് തന്നിട്ടുണ്ട്. So 10 raised to minus 1 മുകളിലേക്ക് വരുമ്പോൾ root of 10 raised to 1 into 10 raised to 1, that is root of 10 square is equal to 10. So 10 എന്ന് പറഞ്ഞൊരു ആൻസർ അവിടെ ഉണ്ടല്ലോ, 10 radian per second ഉണ്ട്. So third option. So that is the answer. Clear ആയോ നിങ്ങൾക്ക്? അങ്ങനെയെങ്കിൽ next question. A disc of radius 2 meter and mass 100 kilogram rolls on a horizontal floor. Its center of mass has speed of 20 centimeter per second. How much work is needed to stop it? So 2 meter long ആയിട്ടുള്ള ഡിസ്ക്, അതിൽ 100 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഡിസ്ക് ഇങ്ങനെ ഉരുണ്ട് വരിക. അപ്പൊ നമ്മൾ അതിന്റെ സ്പീഡ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 20 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ സ്പീഡ്. അങ്ങനെയെങ്കിൽ എത്ര വർക്ക് ചെയ്താൽ നമുക്ക് അതിനെ പിടിച്ചു നിർത്താൻ സാധിക്കും എന്നതാണ്.
ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ഒരു എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി. ഇവിടെ സ്വാഭാവികമായിട്ടും റോളിംഗ് മോഷൻ. ഒരു റോളിംഗ് മോഷനിൽ എത്ര എനർജി ഉണ്ട്? 2 എനർജി ഉണ്ട്. ഏതൊക്കെയാ? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം, നോക്കാം. സോ അപ്പൊ നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. സോ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ 2 കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഹാഫ് mv² ഉണ്ട്, ഹാഫ് i⍵² ഉണ്ട്. സോ നമുക്ക് ആദ്യം i⍵² എന്ന് കണ്ടെത്താം. അപ്പൊ i⍵² കണ്ടെത്തണമെങ്കിൽ ഇവിടെ ഏത് ഒബ്ജക്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് എ ഡിസ്ക്. ഡിസ്കിന്റെ ω², നമ്മളെ ഐ കാണുന്ന ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, mr²/2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ കാര്യം ചെയ്യാം, ആദ്യം ഹാഫ് i⍵² മാത്രം. അപ്പൊ ഹാഫ് i⍵²ന്റെ അവിടെ ഐക്ക് പകരം mr²/2 ഇൻറ്റു ω². നമ്മൾ പഠിച്ചു, നേരത്തെ തന്നെ നമ്മൾ കണക്കുകളിൽ ചെയ്തതാണ്. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാറ്റ് ഈസ് v/r ആണ്. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ω²ന്റെ അടുത്ത് നമ്മൾ v²/ω², r² എന്ന് കൊടുക്കും. അപ്പൊ ഇതിനെ മാറ്റി നമുക്ക് എന്തെന്ന് എഴുതാം? v²/r². അപ്പൊ r² ക്യാൻസൽ ആയി. ദെൻ വാട്ട് ഈസ് റിമൈനിങ് ആയിട്ടുള്ളത് നമുക്ക് ഇവിടെ എഴുതാം. സോ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് mv², ഓർ യു ക്യാൻ റൈറ്റ് mv²/2 പ്ലസ് ആണല്ലോ, അങ്ങനെ എഴുതാലോ, mv²/2 പ്ലസ് ഹാഫിന് ഇത് ഹാഫ് i⍵² നമ്മൾ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് mv²/2 into 2 is 4. സോ mv²/2 പ്ലസ് mv²/4 എന്ന് കിട്ടും. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 4 into mv², 4mv² പ്ലസ് 2 into mv², 2mv²/2 into 4 is 8. So 6mv²/8 എന്ന് കിട്ടും ആൻസർ. അത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് 3 into 4 ആക്കുമ്പോ 3mv²/4 എന്ന് കിട്ടും. So that is the work done. അല്ലെങ്കിൽ കൈനറ്റിക് എനർജി that is equal to the work done ആണല്ലോ. So this is the work done എന്ന് നമുക്ക് എഴുതാം. സോ ഇതിനകത്ത് വാല്യൂസ് തന്നിട്ടുണ്ട്, 3 മാസിന്റെയും വെലോസിറ്റിയുടെയും വാല്യൂസ് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 into മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? മാസ് is given as 100 into velocity is given as 20, പക്ഷെ അത് സെന്റിമീറ്ററിലാണ്. അപ്പൊ into 10⁻², v² ആയതുകൊണ്ട് the whole square, that is 20² and this whole square divided by 4. സ്വാഭാവികമായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 3 into 100 10⁻² എന്ന് എഴുതാം, into 2 എഴുതിയിട്ട് ഇതിന് 10⁻², ഇത് 10 ആണല്ലോ, അപ്പൊ 10 എന്ന് എഴുതാം. ഇവിടെ 2 ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4, അപ്പൊ 10 ന്റെ സ്ക്വയർ 10², then into 10⁻⁻4, the whole divided by 4. So 4 cancel, 10⁻², 10⁻², 10⁻⁻4 cancel, the remaining is 3. So 3 joule is the answer. Clear ആയോ പറഞ്ഞത്? അപ്പൊ 3 joule എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ, ഉണ്ട്. That is the first option. So that is the answer. Clear ആയോ നിങ്ങൾക്ക്? അപ്പൊ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു അല്പം സ്പീഡപ്പ് ചെയ്യുക. അപ്പൊ ആ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ 10ന്റെ പവർ ഒക്കെ യൂസ് ചെയ്താണ് എനിക്ക് എളുപ്പമായിട്ട് മാറുന്നത്. നിങ്ങൾക്ക് 10ന്റെ പവർ ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ രീതിക്ക് ചെയ്യാം. എനിക്ക് 10ന്റെ പവർ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാം, അതൊന്നും ഒരു കാര്യമില്ല. ഓൺലി തിങ് ഈസ് വി ഹാവ് ടു സേവ് ദി ടൈം. അപ്പൊ എത്രയും പെട്ടെന്ന് ചെയ്യാമോ അത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക. അങ്ങനെയെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A solid cylinder of mass 2 kg and radius 4 cm is rotating about its axis at the rate of 3 rpm, that is rotation per minute. The torque required to stop after 2 pi revolution is. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സോളിഡ് സിലിണ്ടർ 2 കിലോഗ്രാം മാസ് ഉള്ള ഒരു സോളിഡ് സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റേഡിയസ് 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസി അവിടെ തന്നിട്ടുണ്ട്. എത്രയാണത്? 3 rpm, ദാറ്റ് ഈസ് റൊട്ടേഷൻ പെർ മിനിറ്റ്. നമ്മൾ rps റൊട്ടേഷൻ പെർ സെക്കൻഡിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടോർക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എത്ര 2 പൈ റെവല്യൂഷന് ശേഷം, അതായത് ഒരു 2 പൈ റെവല്യൂഷൻ ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ഇതിനൊന്ന് ടോർക്ക് കൊടുത്ത് നമ്മൾ ഇതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എത്ര ടോർക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും? ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. അപ്പൊ ടോർക്കാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ടോർക്ക് കാണുന്ന ഫോർമുല എന്താ? ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു I ആൽഫ. സോ I ആൽഫ വേണം, ആൽഫയും വേണം, ഐയും വേണം, എങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. I കുഴപ്പമില്ല, കാരണം I നമ്മളിവിടെ സോളിഡ്, ഇറ്റ് ഈസ് ഗിവൺ ആസ് എ സോളിഡ് സിലിണ്ടർ. സോളിഡ് സിലിണ്ടറിന്റെ ആണെങ്കിൽ I കാണുന്ന ഫോർമുല നമുക്ക് അറിയാം, I is equal to mr²/2. സോ അത് ഓക്കെ. ആൽഫ, ഇനി ആൽഫയാണ് കണ്ടുപിടിക്കാനുള്ളത്. ആൽഫ കാണാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്ര റൊട്ടേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് 2 പൈ ആണ് അവിടുത്തെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം തീറ്റ കാണുന്ന ഫോർമുല എന്ന് പറയുന്നത് 2 പൈ r എന്നതാണ്, അല്ലെ? അപ്പൊ 2 പൈ into r. അപ്പൊ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ട് എത്ര റെവല്യൂഷൻസ്? 2 പൈ റെവല്യൂഷൻസ്. അപ്പൊ 2 പൈ into 2 പൈ. സോ ദ ആൻസർ വിൽ ബി 4 പൈ സ്ക്വയർ. സോ ദാറ്റ് ഈസ് തീറ്റ.
ഇനി നമുക്ക് ഒമേഗ കാണാം. ഇവിടെ ഒമേഗ അല്ലെങ്കിൽ റൊട്ടേഷൻ പെർ മിനിറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട് 3 RPM. 3 RPM അതിനെ നമുക്ക് എന്താക്കി മാറ്റണം? റൊട്ടേഷൻ പെർ മിനിറ്റിലേക്ക് അല്ലെങ്കിൽ റേഡിയൻ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പൊ റേഡിയൻ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 3 into 2π by മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 60. സോ ഇവിടെ 16 3 ക്യാൻസൽ ആകുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2π by 20. Or you can write pi by 10. Okay. So the pi by 10 ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഒമേഗ എന്ന് പറയുന്നത്. ഇനി എന്താ നമുക്ക് ഇവിടെ വേണ്ടത്? നമുക്ക് ആൽഫ വേണം. ആൽഫ ഇല്ലല്ലോ. ആൽഫ എങ്ങനെയുണ്ടതും? അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ അറിഞ്ഞൂടെ? v² is equal to u² plus 2as എന്നല്ലേ ഫോർമുല? ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്കതിനെ പിടിച്ച് നിർത്തണം എന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഇതിനെ റൊട്ടേഷണൽ മോഷന്റെ ഇക്വേഷൻ ആക്കി മാറ്റാം. റൊട്ടേഷണൽ മോഷന്റെ ഇക്വേഷൻ ആക്കുമ്പോൾ v² സ്ഥാനത്ത് ω², u² സ്ഥാനത്ത് ω02, that is initial. Then 2 into a യുടെ സ്ഥാനത്ത് ആൽഫ, ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനത്ത് തീറ്റ. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അപ്പൊ ω² എന്നത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനലി നമുക്ക് പിടിച്ചു നിർത്തുകയാണ്. നമ്മൾ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ എത്രയുടെ സ്പീഡ്? 0. അപ്പൊ യു ക്യാൻ റൈറ്റ് 0 is equal to ω², that is initially നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് pi by 10 the whole square plus 2 into alpha into theta. Theta ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 4π². സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കേസാണ്. ബ്രേക്ക് ചെയ്യുന്ന കേസിൽ നമ്മൾ ഇവിടെ എന്ത് സൈൻ കൊടുക്കും? മൈനസ് സൈൻ കൊടുക്കും അല്ലെ? അപ്പൊ ഈ ടേം ഇപ്പുറത്ത് വരുമ്പോ 2 ആൽഫ 4π² is equal to π² by 10. സ്വാഭാവികമായിട്ടും π² cancel. Then 2 into 4 is 8. So 8 താഴേക്ക് വരുമ്പോ ആൽഫ is equal to 1/800 എന്ന് കിട്ടും. അത്രയും റേഡിയൻ per second square. Okay. അപ്പൊ ദാറ്റ് ഈസ് ദി ആൻസർ. ആൽഫ കാണുന്ന വാല്യൂ. അപ്പൊ ആൽഫയുടെ വാല്യൂ 1/800 എന്ന് കിട്ടി. തീർന്നിട്ടില്ല. നമുക്ക് ആൽഫയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമുക്ക്. സോ ആൽഫ കിട്ടി 1/800, then ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കൗണ്ട് ചെയ്യാം. എം മാസ് തന്നിട്ടുണ്ടല്ലോ. മാസ് ഓഫ് സിലിണ്ടർ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? മാസ് ഈസ് ഗിവൺ ആസ് 2. സോ 2 into റേഡിയസ് തന്നിട്ടുണ്ടോ? റേഡിയസ് ഉണ്ട് 4 സെന്റിമീറ്റർ. അപ്പൊ മീറ്റർ ആകുമ്പോൾ 4 into 10⁻⁻² the whole square by 2. So 2 cancel. So that is 4² is 16. So 16 into 10⁻⁻4 എന്ന് ഐയുടെ വാല്യൂ കിട്ടി. അപ്പൊ ഐയുടെ വാല്യൂ കിട്ടി, ആൽഫയുടെ വാല്യൂ കിട്ടി. എങ്കിൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? സോ ടോ is equal to ഐയുടെ സ്ഥാനത്ത് that is 16 into 10⁻⁻4 into ആൽഫയുടെ സ്ഥാനത്ത് 1/800. സ്വാഭാവികമായിട്ട് നമുക്കറിയാം 8 and 16 വെട്ടി പോകും. സോ 2 then into 10⁻⁻4 into 10² ആണത് വരുമ്പോ 10⁻⁻2. അപ്പോ ആൻസർ will be 2 into 10⁻⁻6. അപ്പൊ 2 into 10⁻⁻6 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ അതാണ് 2 into 10⁻⁻6 ന്യൂട്ടൺ മീറ്റർ. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു അല്ലെ? ഞാൻ പറഞ്ഞല്ലോ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിൽ പലതും ഒരു 3 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അടുപ്പിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു ഇയറിലെ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഇവിടെ ഓർത്തോളൂ കേട്ടോ. ഒരു ഇയറിലെ ക്വസ്റ്റ്യൻ ആണ് പലതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ 2 വർഷത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എത്രമാത്രം ക്വസ്റ്റ്യൻസ് അല്ലേ അപ്പൊ ചോദിക്കുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചാപ്റ്റർ. നല്ല രീതിയിൽ അതിലെ ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് അത് പെട്ടെന്ന് ബൈ ഹാർട്ട് ചെയ്യാനുള്ള വഴിയാണ് ഞാൻ ആദ്യം ഒരു ടേബിൾ വരച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ആ രീതിയിൽ പഠിച്ച് വളരെ വേഗത്തിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഉപകാരപ്പെടും. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 ഒബ്ജക്ട്സ്. എ ഒരു സോളിഡ് സ്ഫിയർ ആണ്, ബി ഒരു തിൻ സർക്കുലർ ഡിസ്ക് ആണ്, സി എ സർക്കുലർ റിംഗ് ആണ്. Each have the same mass m and radius r. They all spin with the same angular speed omega about their own symmetry axes. The amount of work required to bring them to rest would satisfy the relation. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുറച്ച് 3 ആൾക്കാരെ നമ്മളോട് ഉരുട്ടി വിട്ടിരിക്കുകയാണ്. സോ അവർ റോൾ ചെയ്ത് പോവുകയാണ്. അപ്പൊ റോൾ ചെയ്ത് പോകുമ്പോൾ അവരുടെ ആംഗുലാർ സ്പീഡ് ഒമേഗ, ഒമേഗ എ, ഒമേഗ ബി, ഒമേഗ സി. അപ്പൊ അങ്ങനെ 3 പേരുടെയും വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റീസ് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എന്നതാണ് ചോദ്യം. നമുക്ക് ഒരു വസ്തുവിനെ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ അവിടെ വർക്ക് ഡൺ ചെയ്യേണ്ടി വരും. അത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടതാണ്. വർക്ക് ഡൺ ഏതിന് ഈക്വൽ ആണ്? കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. അപ്പൊ നമ്മളിവിടെ നോക്കേണ്ടത് ആരുടെ കൈനറ്റിക് എനർജി കൂടുതൽ. ആർക്കാണോ കൂടുതൽ കൈനറ്റിക് എനർജി അയാൾക്ക് കൂടുതൽ വർക്ക് ഡൺ ചെയ്യേണ്ടതായിട്ട് വരും. സോ ആരുടെ കൈനറ്റിക് എനർജി കൂടുതൽ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ ആളെ എടുക്കാം. ദാറ്റ് ഈസ് ഒമേഗ എ നമുക്ക് കണ്ടുപിടിക്കാം. സോ ഒമേഗ എ അല്ല, ഒന്നാമത്തെ ആൾ എ എന്ന് പറയുന്ന ഒബ്ജക്ട്. എ ആരായിരുന്നു അവിടെ തന്നിരിക്കുന്നത്? സോളിഡ് സ്ഫിയർ.
സോ സോളിഡ് സ്ഫിയറിന്റെ കേസിൽ നമുക്ക് കൈനറ്റിക് എനർജി കണ്ടെത്താം. കൈനറ്റിക് എനർജി കാണുന്ന ഫോർമുല ഹാഫ് I ഒമേഗ സ്ക്വയർ. സോ നമുക്ക് ഈ റിലേഷനിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം, ആർക്കാണോ I വാല്യൂ കൂടുതൽ അയാൾക്ക് കൈനറ്റിക് എനർജിയുടെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ സോളിഡ് സിലിണ്ടറിന്റെ I വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2/5 mr² എന്നതാണ് അല്ലെ. അപ്പൊ 2/5 mr² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എത്ര ചെയ്യുമ്പോഴത്തേക്കും 0.4 mr² എന്ന് വരും അല്ലെ. 0.4 mr². ദാറ്റ് ഈസ് ദി I വാല്യൂ ഓഫ് A, ഒന്നാമത്തെ ആളുടെ. അപ്പൊ എയുടെ അത് കൈനറ്റിക് ഒന്നാമത്തെ സോളിഡ് സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണുന്ന ഫോർമുലയാണ് 0.4 mr² എന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോരുത്തരുടെ രണ്ടാമത്തെ ആളുടെ ബി. അപ്പൊ ബി ആരാ തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് എ തിൻ സർക്കുലാർ ഡിസ്ക്. അപ്പൊ സർക്കുലാർ ഡിസ്ക് ആണ് ആള്. അപ്പൊ സർക്കുലാർ ഡിസ്ക് ആകുമ്പോ അവിടുത്തെ I വാല്യൂ എങ്ങനെ കണ്ടെത്തുക? ഒരു സർക്കുലാർ ഡിസ്കിന്റെ നമ്മൾ പഠിച്ചതാണല്ലോ, mr²/2 എന്ന് വരും. അപ്പോ mr²/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.5 mr² എന്ന് കിട്ടും. അടുത്ത നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ ആള് സി. സി എന്ന് പറയുന്നത് ആരാ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ കേസിൽ സർക്കുലർ റിംഗ് ആണ്. അപ്പൊ സർക്കുലർ റിംഗ് ആണ്. അപ്പൊ സർക്കുലർ റിംഗിന്റെ I കാണുന്ന ഫോർമുല എന്താ? അത് വെറും mr² എന്ന് വരും. സോ ഇവിടെ ആർക്കാണ് I വാല്യൂ ഏറ്റവും കൂടുതൽ? സ്വാഭാവികമായിട്ട് mr² ആണ് അല്ലെ. സോ mr²ന്റെ I വാല്യൂ കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിന്റെ കൈനറ്റിക് എനർജിയും കൂടുതൽ. അപ്പൊ പിടിച്ചു നിർത്താൻ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. കാരണം അയാളുടെ സ്പീഡ് അതിനനുസരിച്ച് കൂടുതലായിരിക്കും. അപ്പോ ഇയാളുടെ വെലോസിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ. സോ ഒമേഗ സി ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ. രണ്ടാമത് ആരാ വന്നിരിക്കുന്നത്? രണ്ടാം സ്ഥാനത്ത് ഇത് വരും അല്ലെ, 0.5 mr². സോ ഒമേഗ ബി ആണ് രണ്ടാമത് കൂടി നിൽക്കുക. ഏറ്റവും കുറവ് I ആർക്കാണോ അയാൾക്ക് കൈനറ്റിക് എനർജിയും കുറവായിരിക്കും. അപ്പൊ അയാളുടെ ഒമേഗയും കുറവായിരിക്കും. സോ അങ്ങനെയെങ്കിൽ ഒമേഗ എ. സോ ഒമേഗ സി ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ ബി ദാൻ ഒമേഗ എ. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഓപ്ഷൻ. ഒമേഗ സി ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ ബി ദാൻ ഒമേഗ എ. ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ ഇത് റിലേഷനിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു പോയിന്റ് ആണ്. സോ ഇതുപോലെ ഓരോ റിലേഷൻസിൽ മാറ്റി ആൾക്കാരെ മാറ്റി തന്നാലും നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The moment of force F is equal to 4I plus 5J plus minus 6K at 2, 0 and -3 about the point 2, -2 is given by. അപ്പൊ ഇവിടെ മൊമെന്റ് ഓഫ് ഫോഴ്സ് അഥവാ ടോർക്ക് കാണാനാണ് ഫോർമുല. നമുക്കറിയാം ടോർക്ക് കാണാനായിട്ട് R ക്രോസ് F അല്ലെങ്കിൽ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ R ക്രോസ് F ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യാനാണ് നമ്മളിവിടെ ചോദ്യം. ക്രോസ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം നിങ്ങൾ ഡിറ്റർമിനൻസും മെട്രിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ അതേ ഫോർമാറ്റിലാണ് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് 4I plus 5J minus 6K. Then പക്ഷെ അടുത്ത് നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ടോർക്ക് കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല എന്താ? R ക്രോസ് F ആണ് അല്ലെ. അപ്പൊ R ക്രോസ് F അതായത് നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ R വാല്യൂ വേണം. പക്ഷെ R വാല്യൂ ഇവിടെ തന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആദ്യം അതിരുന്നത് 2, 0, -3 എന്ന പോയിന്റിൽ നിന്നും അത് പിന്നെ മൂവ് ചെയ്തിരിക്കുന്നത് 2, -2 എന്ന പോയിന്റിലേക്കാണ്. അപ്പൊ രണ്ട് പോയിന്റ്സിനിടയിലുള്ള ഡിഫറൻസ് എടുത്താൽ R വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ R വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2 - 2 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ 0I പ്ലസ് 0 - 2, 0 - -2, 0 - -2 എന്ന് പറഞ്ഞാൽ +2. സോ 2J then -3 -2 എന്ത് വരും? -1 അല്ലെ. -3 -2 എന്നാണ്. അപ്പൊ -3 + 2 ദാറ്റ് ഈസ് -1K എന്ന് കിട്ടും. So that is the R value. അപ്പൊ R വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു R വെക്ടർ ക്രോസ് F വെക്ടർ ഇസ് ഈക്വൽ ടു R വാല്യൂ എത്രയൊക്കെ? R വാല്യൂ എന്ന് പറയുന്നത് 0I plus 2J minus 1K. ക്രോസിംഗ് വിത്ത് ഏതൊക്കെ വാല്യൂസ്? 4I plus 5J minus 6K. ക്രോസ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ആദ്യം I J K എന്ന് എഴുതും നമ്മള്. Then ഐയുടെ വാല്യൂസ് ഏതൊക്കെയാ? 0. Then ഇവിടെ വരുമ്പോ 4. ജെയുടെ വാല്യൂസ് ഇവിടെ +2. Then ഇവിടെ വരുമ്പോ +5. കെയുടെ വാല്യൂസ് ഇവിടെ വരുമ്പോ -1 ആൻഡ് ഇവിടെ വരുമ്പോ -6. നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാ ക്രോസ് ചെയ്യുന്നത്. ഐ എടുക്കുമ്പോ ആ കോളവും ആ റോയും നമ്മൾ ഒഴിവാക്കും. എന്നിട്ട് ക്രോസ് ചെയ്യുമ്പോൾ 2 × -6. 2 × -6 is -12. മൈനസ് then -1 × 5. -1 × 5 എത്ര? -1 × 5 എന്ന് പറയുന്നത് -5. അപ്പൊ -5. Then ഇവിടെ പ്ലസ് വന്നാൽ അടുത്തതില് മൈനസ് കൊടുക്കണം, അറിയാലോ. അടുത്ത ടേം ഇറക്കാം. അടുത്ത ടേം ഏതാ? J.
ജെ ഇൻറ്റു ജെയുടെ എടുക്കുമ്പോഴത്തേക്കും ആ കോളവും ആ റോയും ഒഴിവാക്കി ബാലൻസ് എന്താ 0 ഇൻറ്റു -6 ദാറ്റ് ഇസ് 0 മൈനസ് -1 ഇൻറ്റു 4 ദാറ്റ് ഈസ് -4 സോ -4 ഓക്കെ ദെൻ ഇനി ഉണ്ടല്ലോ കെ ടേം സോ കെ ടേം എടുക്കുമ്പോൾ ഇവിടെ മൈനസ് വന്നാൽ അടുത്ത് എന്ത് കൊടുക്കും പ്ലസ് കൊടുക്കും സോ പ്ലസ് കെ ഇൻറ്റു കെയുടെ എടുക്കുമ്പോഴത്തേക്ക് ആ കോളവും ആ റോയും ഒഴിവാക്കും അപ്പൊ 0 ഇൻറ്റു 5 ഈസ് 0 മൈനസ് 2 ഇൻറ്റു 4 ഈസ് 8 സോ 8 സോ ചെയ്യുന്ന ആൻസർ -12 ഇത് മൈനസ് മൈനസും പ്ലസ് ആയി അല്ലെ അപ്പൊ -12 പ്ലസ് 5 ദാറ്റ് ഇസ് -7 സോ -7i ദെൻ അടുത്ത സൈൻ എന്താ മൈനസ് മൈനസും പ്ലസ് ആയി അപ്പൊ 4j ദെൻ അടുത്ത സൈൻ എന്താ പ്ലസ് ദെൻ -8k സോ മൈനസും പ്ലസും കൂടെ വരുമ്പോ -8k ഓക്കെ അപ്പൊ -7i -4j -8k അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ ഉണ്ടല്ലേ നാലാമത്തെ ഓപ്ഷൻ ദാറ്റ് ഈസ് -4i -4j -8k സോ ദാറ്റ് ഈസ് ദി ആൻസർ ക്ലിയർ ആയോ പറഞ്ഞു അപ്പൊ ക്രോസ് ചെയ്യാൻ നല്ല രീതിയിൽ പഠിച്ചു വെച്ചിരിക്കണം വെക്ടേഴ്സിനെ ക്രോസ് ചെയ്യാൻ അറിയാത്തവർക്കാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ എനിക്ക് വേഗത്തിൽ അങ്ങ് ചെയ്ത് പോയാൽ മതി കാരണം ഇവിടെ നിന്ന് വന്നിട്ട് ഹെൻസ് ദി ആൻസർ ഈസ് എന്നങ്ങ് പറഞ്ഞാൽ മതി പക്ഷെ എന്നാലും അതല്ലല്ലോ ചിലപ്പോൾ അറിയാത്ത കുട്ടികളും ഇതിനകത്ത് കാണും സോ ഇങ്ങനെയാണ് നമ്മൾ വെക്ടേഴ്സിനെ ക്രോസ് ചെയ്യുന്നത് ഒരു ടേം എടുക്കുമ്പോൾ ആ കോളവും ആ റോയും ഒഴിവാക്കി ബാക്കിയുള്ളവരെ ക്രോസ് ചെയ്യും നിങ്ങളത് ഡിറ്റർമിനൻസ് മെട്രിക്സ് ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ആ ഫോർമാറ്റ് സോ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പോ സോ ആ രീതിയിലാണ് വെക്ടേഴ്സിനെ ക്രോസ് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സോളിഡ് സ്ഫിയർ is in rolling motion. In rolling motion, a body possesses translational kinetic energy as well as rotational kinetic energy simultaneously. The ratio of translational kinetic energy to the total kinetic energy for the sphere is. അപ്പോൾ ഇവിടെ ഒരു റോളിംഗ് മോഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് റോളിംഗ് മോഷനെ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം റോളിംഗ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് രണ്ട് കൈനറ്റിക് എനർജി ഉണ്ട് ഒന്ന് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഒന്ന് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഇവിടെ ചോദ്യം ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ബൈ ടോട്ടൽ കൈനറ്റിക് എനർജി ചെയ്യാനാണ് നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഫോർമുല പറഞ്ഞുതരാം ചിലപ്പോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ബൈ ടോട്ടൽ ചെയ്യാൻ പറയും ചിലപ്പോൾ ട്രാൻസ്ലേഷൻ ബൈ ടോട്ടൽ ചെയ്യാൻ പറയും അങ്ങനെ രണ്ട് വന്നാലും നമുക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് ഇക്വേഷൻസ് പറഞ്ഞുതരാം ആ ഫോർമുല ഇങ്ങനെയാണ് വരുന്നത് ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി റൊട്ടേഷണൽ ബൈ കൈനറ്റിക് എനർജി ടോട്ടൽ ആണ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോർമുല n/n+1 n/n+1 അതേസമയം കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷണൽ ബൈ കൈനറ്റിക് എനർജി ടോട്ടൽ ആണ് ചെയ്യാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഫോർമുല 1/n+1 ഇത്രയേ ഉള്ളൂ ഈ സിമ്പിൾ ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചാൽ മതി സോ കൈനറ്റിക് എനർജി റൊട്ടേഷൻ ബൈ ടോട്ടൽ ആണെങ്കിൽ n/n+1 അതേസമയം ട്രാൻസ്ലേഷൻ ബൈ ടോട്ടൽ ആണെങ്കിൽ 1/n+1 അപ്പൊ എന്താ ഈ n കാണാൻ വളരെ ഈസിയാണ് നോക്കൂ നമ്മുടെ ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യനിലെ കേസ് തന്നെ പറഞ്ഞുതരാം ഇവിടെ സോളിഡ് സ്ഫിയർ അല്ലേ പറഞ്ഞിരിക്കുന്നത് സോളിഡ് സ്ഫിയറിന്റെ ഐ കാണുന്ന ഫോർമുല എന്താ 2/5mr² എന്നല്ലേ 2/5mr² അല്ലേ ആ 2/5 ആണ് നമ്മുടെ n എന്ന് പറയുന്നത് അപ്പൊ സപ്പോസ് നമ്മൾ ഇപ്പോ ഒരു ഡിസ്കിന്റെ ഒക്കെ കേസിലായിരുന്നെങ്കിൽ ഐ എന്ന് പറഞ്ഞാൽ mr²/2 അല്ലേ അപ്പൊ അവിടെ എത്രയായിരിക്കും n എന്ന് പറയുന്നത് 1/2 ആയിരിക്കും ഇപ്പൊ ക്ലിയർ ആണല്ലോ n എന്താണെന്ന് ആ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഐ കാണുന്ന വാല്യൂ എടുക്കുമ്പോൾ നിങ്ങൾക്ക് n വാല്യൂ കിട്ടും ഇപ്പൊ ഇവിടെ നമ്മുടെ n വാല്യൂ എത്രയെന്ന് പറയും 2/5 ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും ടോട്ടൽ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഏത് ഫോർമുല എടുക്കും രണ്ടാമത്തെ ഫോർമുല എടുക്കും അല്ലെ സോ ചെയ്യുമ്പോ 1/n സ്ഥാനത്ത് 2/5 പ്ലസ് 1 എന്നത് is equal to 1/5 ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും 2 plus 5/5 so 5 മുകളിലേക്ക് കയറുമ്പോൾ that is 5/7 എന്ന ആൻസർ വരും അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ ഉണ്ട് that is 5:7 എന്ന് തന്നിട്ടുണ്ട് that is option 2 so that is the answer ക്ലിയർ ആയോ പറഞ്ഞത് ശരി അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A solid sphere is rotating freely about its symmetry axis in free space. The radius of the sphere is increased, keeping its mass same. Which of the following physical quantities would remain constant for the sphere? രൂപം മാറി തന്നിരിക്കുക വേറെ ഒന്നുമല്ല നേരത്തെ നമ്മൾ ഒരു കുട്ടിയെ കറക്കി കളിച്ചത് പറഞ്ഞില്ലേ അപ്പൊ ആ കുട്ടി കൈ നീട്ടിയപ്പോ അയാളുടെ ആ കുട്ടിയുടെ റേഡിയസ് ആണ് ഇൻക്രീസ് ചെയ്തത് മാസ് സെയിം ആയിട്ട് തന്നെ ആ കുട്ടി മാറിയില്ലല്ലോ അപ്പൊ മാസ് സെയിം ആയിട്ട് തന്നെ നിന്നു ആ കേസിൽ ഏതാ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയത് ഏത് ലോയുടെ ബേസിലാണ് നമ്മൾ അത് പറഞ്ഞത് അത് തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ബോൾ അല്ലെങ്കിൽ ഒരു സ്ഫിയർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു സോളിഡ് സ്ഫിയർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അയാളുടെ മാസ് മാറ്റാതെ അയാളുടെ റേഡിയസ് ഇൻക്രീസ് ചെയ്തു അയാൾ ആൾ കുറച്ചുകൂടി വലുതായി എങ്കിൽ അവിടെ ഏത് ടേം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും
സ്വാഭാവികമായിട്ട് ആൻസർ ചെയ്ത് വരും ആംഗുലാർ മൊമെന്റം. സോ ആംഗുലാർ മൊമെന്റം എന്ന ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട്, ഫോർത്ത് ഓപ്ഷൻ. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements are correct? Center of mass of the body always coincides with the center of gravity of the body. അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല, അത് എപ്പോഴും കോയിൻസൈഡ് ചെയ്യണമെന്നില്ല. ജോമെട്രിക് ഷേപ്സ് ഒക്കെ ആണെങ്കിൽ കോയിൻസൈഡ് ചെയ്യാറുണ്ട്, നോൺ ജോമെട്രിക് ഷേപ്പ് ആണെങ്കിൽ അത് മാറാറുണ്ട്. The center of mass of the body is the point at which the total gravitational torque on the body is zero. അത് സ്വാഭാവികമായിട്ടും സെൻട്രൽ പോയിന്റ് അല്ലേ, അപ്പൊ അവിടെ ടോട്ടൽ ടോർക്ക് സീറോ ആയിരിക്കും. Then a couple on a body produce both translational and rotational motion in the body. അത് തെറ്റാണ്. കപ്പിൾ ഓഫ് ഫോഴ്സ് അഥവാ ടോർക്ക് റൊട്ടേഷണൽ മോഷൻ മാത്രമേ ക്രിയേറ്റ് ചെയ്യാറുള്ളൂ. Mechanical advantage greater than 1 means small effort can be used to lift a large load. അതാണല്ലോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മളൊരു എഫേർട്ട് കൊടുക്കുമ്പോൾ തന്നെ വലിയ ലോഡ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സോ ആ പറഞ്ഞിരിക്കുന്നതിൽ ബി സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഡി സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. അങ്ങനെയെങ്കിൽ അവിടെ ഓപ്ഷൻ 4 ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two discs of same moment of inertia rotating about their regular axis, passing through center and perpendicular to the plane of disc with the angular velocities omega 1 and omega 2. They are brought into contact face to face, coinciding the axis of rotation. The expression for loss of energy during this process is. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഡിസ്കുകളുണ്ട്. ആ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്പീഡ് omega 1 ഉം omega 2 ആയിരുന്നു. പിന്നീട് അവരെ തമ്മിൽ പരസ്പരം ചേർത്ത് ഒറ്റ ഡിസ്ക് പോലെ ആക്കി മാറ്റി. അങ്ങനെ വന്നപ്പോഴേക്കും അവർക്ക് കുറച്ച് എനർജി ലോസ് ഉണ്ടായി. എങ്കിൽ ആ എനർജി ലോസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇത് ചേർക്കുന്നതിന് മുന്നേ കുറച്ച് എനർജി ഉണ്ടായിരിക്കും, ചേർത്തതിന് ശേഷം ഒരു എനർജി ഉണ്ടായിരിക്കും. സോ അതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ആ ഡിഫറൻസ് എടുത്താൽ ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ ഇവിടെ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇനിഷ്യലി ഉള്ള കൈനറ്റിക് ഇനിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ half I omega 1 square plus half I omega 2 square എന്നാണ്. ഇവിടെ ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരുടെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ സെയിം ആണെന്ന്. സെയിം മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ I എന്നതിനെ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ half I കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ omega 1 square plus omega 2 square എന്ന് കിട്ടും. അത് അവരെ തമ്മിൽ ചേർക്കുന്നതിന് മുന്നേ